1976 മുതൽ ഫാർമസിസ്റ്റായിട്ട് സേവനം ചെയ്തു വരുന്ന കൊച്ചികൃഷ്ണൻ സാറ് നമ്മുടെ എല്ലാം ഗുരുനാഥനാണ്. എനിക്കും അദ്ദേഹം ഗുരുതുല്യനാണ്. ഞാനും ഒരു ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നപ്പോൾ എന്നെ കൈപിടിച്ച് ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നവരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് മാത്രമല്ല ഈ നാടിന് ഒരുപാട് സേവനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ സർക്കാർ മേഖലയിൽ തന്നെ ഏതാണ്ട് 35ഓളം വർഷക്കാലം അദ്ദേഹം സേവനം ചെയ്തതിനു ശേഷം സ്വകാര്യ ഫാർമസികൾ, താന്നി മെഡിക്കൽസ് അടക്കമുള്ള സ്വകാര്യ ഫാർമസികൾ ധാരാളം അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സേവനം കൊണ്ട് ധാരാളം രോഗികൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഫാർമസിസ്റ്റുകളുടെ മുമ്പിൽ വരുന്നവരെ ധാരാളം കൊടുക്കാൻ തീരുമാനിച്ചത് വളരെ സന്തോഷം. ദീപ് സാറിനെ ഒരുപാട് എനിക്കറിയാം. ഞാൻ മെമ്പറായിരുന്ന സമയത്തെല്ലാം ദീപ് സാർ കൃഷിഭവനിലുണ്ടായിരുന്നു. പല ക്ലാസ്സുകൾ വിളിച്ചു കൂട്ടിയിരുന്നു. ദീപ് സാറിന്റെ ക്ലാസ്സുകളും ഒക്കെ ഇവിടെ ഉള്ളവർ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു അംഗീകാരം കിട്ടുന്നത് ഏറ്റവും വലിയ കാര്യമായിട്ടാണ് ഞാൻ അറിയുന്നത്. എത്രയും കാലത്തോളം ഇങ്ങനെയുള്ള അനുമോദനങ്ങളൊക്കെ ഏറ്റുവാങ്ങി ഞങ്ങളുടെ സാറ് ദീർഘായുസ്സോടു കൂടി ജീവിച്ചിരിക്കട്ടെ. അപ്പം ആ വികസിത രാജ്യങ്ങളിലെ അവരുടെ ഒരു പ്രസക്തി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോഴാണ് ഇതിൻ്റെ ചില പ്രശ്നങ്ങളും നമുക്ക് അർഹതമായ സ്ഥാനം കിട്ടുന്നുണ്ടോ എന്നൊക്കെ തോന്നുന്നത്. എങ്കിലും ഫാർമസിസ്റ്റിൻ്റെ എനിക്കൊന്ന് ഈ കോവിഡ് കാലത്ത് വളരെയധികം നഴ്സുമാരോടൊപ്പം കൂടെ നിന്ന് അല്ലെങ്കിൽ ഉയർത്തിയ അവർക്ക് പ്രശംസകൾ ഏറ്റുവാങ്ങിയ ഒരു സമൂഹം തന്നെയാണ് ഫാർമസിസ്റ്റ്. അത് നമ്മൾ അവരെ മറക്കാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു കേസാണ്. അതിന് മുൻകൈ എടുത്തതിനും ഈ ഇന്റർനാഷണൽ കൗൺസിലിൽ നിന്ന് അല്ലെങ്കിൽ വേൾഡ് മെഡിക്കൽ കൗൺസിലിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വരെ എത്തിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം. അതിന് ശാന്തിനഗറിന്റെ പേരിൽ ഞങ്ങൾക്കൊരു കൈയടി തീർച്ചയായിട്ടും ഒരു മണിക്കൂർ കൊണ്ട് നടന്ന ഒരു സംഭവമാണ്. നമ്മൾ ഇത്രയും പേരോടെ കൂടുകയും അർഹമായ അല്ലെങ്കിൽ അർഹതപ്പെട്ട ഒരു അംഗീകാരം കൊച്ചികൃഷ്ണൻ സാറിന് കിട്ടുകയും ചെയ്യും കൊടുക്കുകയും ചെയ്യാന്ന് പറയുന്നത്. അതിന് തീർച്ചയായിട്ടും മുൻകൈയെടുത്ത് ഓരോരുത്തർക്കും അതിൻ്റെതായ ഒരു ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് അതിന്റെ ചടങ്ങിലേക്ക് തന്നെ കിടക്കാം. ഈ സർട്ടിഫിക്കറ്റ് അത് ദീപ് തന്നെ വിതരണം ചെയ്യണമെന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പേരിൽ, നമ്മുടെ ഫാർമസി സമൂഹത്തിന്റെ പേരിൽ ഫാർമസിസ്റ്റ് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ഫാർമസിസ്റ്റ് ട്രേഡ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും ഞാൻ അദ്ദേഹത്തെ ആരംഭിക്കുക. ചേച്ചിയുടെ കൂടെ നിൽക്കുക, അതാണ് അതിന്റെ വിഷയം. ആഴ്ചകളും ദിനങ്ങളും എനിക്ക് ഉണ്ടാകും. ഒരുപാട് ആവശ്യമുണ്ട്. അങ്ങോട്ട് ചെയ്യാം. എല്ലാവിധ ആശംസകളും. ഇങ്ങനെ ഒരുപാട് അവാർഡുകൾ നേടട്ടെ. തന്നെയാണ് നമ്മൾ ആഗ്രഹിച്ചത്. നമുക്കൊരു നന്ദി പ്രകാശം. അംഗീകാരം നൽകിയ ഐക്യരാഷ്ട്ര സംഘടന ഭാരവാഹി മിസ്റ്റർ ദീപു ആർഎസിനും ശാന്തിനഗർ രക്ഷാധികാരി ശ്രീ ഉണ്ണികൃഷ്ണൻ സാറിനും എൻ്റെ ഹൃദയമായ നന്ദി രേഖപ്പെടുത്തി. സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ്. നമുക്ക് നമ്മുടെ ജോലിയൊക്കെ റിട്ടയർ ചെയ്ത് ഒത്തിരി വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു അംഗീകാരം തേടിയെത്തുക എന്ന് പറയുമ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയ കാര്യമാണ്. ഇപ്പം സാർ റിട്ടയർഡ് ആയിട്ട് ഒത്തിരി വർഷങ്ങളായി. വീണ്ടും ദീപുവിലൂടെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയിലൂടെ ഒരു അംഗീകാരം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നു.